കഴിഞ്ഞ ദിവസങ്ങൾ ഇതുപോലെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച് കടുത്ത നെഞ്ചുവേദനയിൽ വന്ന് ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന രാജേഷിൻ്റെ കാര്യം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് വീട്ടിലെത്തിക്കും. ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അവർ ആവശ്യം ആ ദിവസങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും രാജേഷിൻ്റെ സംസ്കാരം ഇന്നാണ്. നൗഫലുണ്ട് വിവരങ്ങളുമായി. നൗഫൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും നെയ്യാറ്റിൻകരയിൽ ആ ഒരു രാത്രി അവിടെയുള്ള ആളുകൾ ആരും മറക്കാനിടയില്ല. കാരണം വളരെ പെട്ടെന്നാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാണ്ടാകുന്നത്. നല്ല ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സുരക്ഷിതമായി ഇനിയും എത്രയോ കാലം ആ കുടുംബത്തിൻ്റെ അത്താണിയായി ജീവിക്കേണ്ട ഒരു യുവാവാണ് ഇപ്പോൾ ഇതാ മരണമടഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴായിരിക്കും സംസ്കാരം? പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ടാകും അല്ലേ? സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട രാജേഷിൻ്റെ സംസ്കാരം ഇന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ നടപടികളും പൂർത്തിയായി, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ബോഡി ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് കഠിനമായ നെഞ്ചുവേദന മൂലം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് ഈ പറയുന്ന രാജേഷിനെ എത്തിക്കുന്നു. നെഞ്ചുവേദനയായിട്ട് എത്തിയ ഒരാളെ സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു വെക്കുന്നു, അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കാൻ പറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. പിന്നാലെ ECG എടുക്കുന്നു. അതായത് ഡോക്ടർമാരുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, അതായത് ആദ്യം പരിഗണിക്കാതെ വരികയും പിന്നീട് ECGയിൽ ഇത് കാര്യം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുമായിരുന്നു. എന്നാൽ അവിടെയുള്ള ഗുരുതരമായ ഒരു കാര്യം, ഇത്രയും കഠിനമായ നെഞ്ചുവേദന ബാധിച്ച് അല്ലെങ്കിൽ ഗുരുതരമായ സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്തായാലും നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ കുറഞ്ഞത് എത്ര വലിയ വേഗതയിൽ എത്തിയാലും ഒരു 15-20 മിനിറ്റോളം വേണ്ടി വരും. പക്ഷേ ആ സമയം ഇത്രയും ക്രിട്ടിക്കലായ രോഗിയെ റെഫർ ചെയ്തത് എന്തിന് എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ എന്തായാലും ഡോക്ടർമാരുടെ വലിയ ക്ഷാമവും നേരിടുന്നു എന്ന ഒരു ആരോപണവും നേരിടുന്നുണ്ട്. അവിടെയാണ് അന്ന് മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കമുള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അന്ന് ഈ രാജേഷിൻ്റെ കുടുംബം പറഞ്ഞത് ഒരേ ഒരു കാര്യം, അതായത് ഡോക്ടർമാരുടെ ഈ ചികിത്സാ പിഴവ് മൂലം രാജേഷിൻ്റെ മരണത്തിനിടയാക്കിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ ആ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ, അതായത് രാജേഷിനെ ക്യൂവിൽ തടഞ്ഞു നിർത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ മാത്രമാണ് താൽക്കാലികമായി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോക്ടർമാരെ അതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ രാത്രിയും ഇതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ദിവസത്തോളം അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയെ ഡോക്ടർമാർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. അപ്പോൾ ഇത് നെയ്യാറ്റിൻകരയിൽ മാത്രമല്ല, പല ആശുപത്രികളിലും സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും വരുന്നത്. എന്തുതന്നെയായാലും രാജേഷിൻ്റെ സംസ്കാരം ഇന്നിപ്പോൾ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് രാവിലെ വിട്ടു നൽകും. 10 മണിയോടുകൂടിയായിരിക്കുമെന്ന് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. സിന്ദൂരി. നൗഫൽ, അദ്ദേഹത്തിൻ്റെ മകൻ പുറത്തായിരുന്നല്ലോ, അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ടോ? അതുതന്നെയാണ്, അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ് രാജേഷ് മരണപ്പെടുന്നത്. സ്വാഭാവികമായും ഇന്നലെ ഈ നടപടി ക്രമങ്ങൾ പൂർത്തീകരിച്ച് ശവസംസ്കാരം ഉൾപ്പെടെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ വിദേശത്തുള്ള മകൻ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിനിഞ്ഞാന്ന് മരണപ്പെട്ട രാജേഷിൻ്റെ സംസ്കാരം ഇന്നേക്ക് വൈകിയത്. എന്ന് തന്നെയായാലും കുടുംബം പറഞ്ഞതനുസരിച്ച് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മകൻ്റെ സൗകര്യാർത്ഥം എത്തുന്നതോടുകൂടി തന്നെ രാവിലെ തന്നെ അതിന് വലിയ താമസം ഉണ്ടാകേണ്ട കാര്യവുമില്ല. രാവിലെ തന്നെ കുടുംബത്തിന് ബോഡി വിട്ടു നൽകും. അതായത് മിനിഞ്ഞാന്ന് ആദ്യമൊന്നും കുടുംബം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറായിരുന്നില്ല. പിന്നീട് എല്ലാവരുമായി ഒരു സമവായ ചർച്ചയിൽ എത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുടുംബം ഇതൊക്കെ സ്വീകരിച്ചതും. ആ ബഹളവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. ആ കുടുംബം ആവർത്തിച്ച് പറയുന്നത് അതിന് കാരണമായ ഡോക്ടർമാരെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത് ആവർത്തിക്കുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ജീവനും വരുമ്പോൾ ഇങ്ങനെ ഓരോ പ്രതിഷേധങ്ങൾ ഉണ്ടായി പോകുന്നു എന്നതിനപ്പുറം കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് കൂടി തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതുതന്നെയാണ് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ രാവിലെ കുടുംബത്തിന് ബോഡി വിട്ടു നൽകും. 10 മണിയോടുകൂടി തന്നെയാണ് സംസ്കാരവും പ്രതീക്ഷിക്കുന്നത്. സിന്ദൂരി.
ശരി, വ്യക്തമാണ് നൗഫൽ. എന്തായാലും ഇന്നാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കുടുംബത്തിന് അത്താണി ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൃത്യമായ തരത്തിലുള്ള ഈ നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ആ ഒരു വീഴ്ച വളരെ വലിയ തരത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയാണ്. ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. നൗഫലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.